സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നാം ഒന്നിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, നമുക്ക് വികൃതം വെടിഞ്ഞ് സുഹൃതം പുണരാം എന്ന ആ ഒരു വിഷയം, അതുമായിട്ടുള്ള വിചിന്തനം നമ്മൾ തുടരുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കൊടുക്കുന്നതിനെക്കുറിച്ച് പല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതേക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് കൊടുത്താൽ കിട്ടും എന്നത് വിശ്വാസമാണ്, അതൊരു സുഹൃതമാണ്. കിട്ടിയാൽ കൊടുക്കാം എന്ന് പറയുന്നത് അതൊരു വൈകൃതമാണ്, ഒരു കച്ചവടമാണ്. നമ്മുടെ ബിസിനസ് റിലേഷൻഷിപ്പ് അല്ല ദൈവവുമായിട്ട് ഉണ്ടാകേണ്ടത്, സ്നേഹബന്ധമാണ് ദൈവവുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ഇതിനെക്കുറിച്ച്, കൊടുക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളുണ്ട്. കൊടുത്താൽ കുറഞ്ഞു പോകും എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അവരുടെ ബുദ്ധി അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കൂടെ കുറഞ്ഞു പോകും. കൊടുത്താൽ കൂടുതൽ കൂടുതൽ ലഭിക്കും എന്ന് അനുഭവമുള്ള വ്യക്തികൾ മറുവശത്തുണ്ട്. പറയുണ്ട്, ഇതിൽ ഏത് ഗണത്തിൽ വേണമെങ്കിലും നമുക്ക് വിടാൻ പറ്റും. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സാധാരണ പറയാറുള്ള ആ ഒരു കാര്യം ആദ്യമായിട്ട് നമുക്ക് വിചിന്തനം പറയാറുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും. ഒരു കോമൺ ചൊല്ലാണ്, കൊടുത്താൽ കൊല്ലത്തും. ഇത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതില് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൊടുത്താൽ കിട്ടും എന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനം വ്യക്തമാക്കും. കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക. ഒന്നാമത്തേത് സ്നേഹം. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. ദമ്പതിമാര് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കിട്ടിയിട്ട് കൊടുക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്, കൊടുത്താൽ കിട്ടും എന്നുള്ള ആ ഒരു സ്നേഹബന്ധം ദമ്പതിമാർക്ക് അവരുടെ ഇടയിൽ ഉണ്ടാകണം. ദമ്പതിമാർ മാത്രമല്ല, ആർക്കാണേലും നമ്മൾ സ്നേഹം കൊടുത്താൽ കിട്ടും എന്നുള്ളത് നാം തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 30:23 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ അപകടകാരിയാണ്. സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് അവിടെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഭർത്താവെ, ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം ആ സ്നേഹത്തിൽ രൂപപ്പെട്ടാൽ നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും എല്ലാം അത് വളരെ എളുപ്പമാകും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. സ്നേഹം കൊടുക്കാതെ അവരിൽ നിന്നും സ്നേഹം കിട്ടണം, ബഹുമാനം കിട്ടണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരുപക്ഷെ അത് കിട്ടിയെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യമാണ് കരുണ. കൊടുത്താൽ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. യാക്കോബ് 2-ാം അധ്യായം 13 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യം കാണിക്കുന്നവർക്ക് കാരുണ്യം ലഭിക്കും, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. ഇത് തന്നെ നമ്മൾ മറ്റു ചില വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചാൽ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. പ്രഭാഷകൻ 28:3 വചനം, അവിടെ കരുണ കാണിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും കരുണ ലഭിക്കുക. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവൻ എങ്ങനെ കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാൻ പറ്റും? ആ ഒരു ചോദ്യമാണ് അവിടെ ഉയർന്നു നിൽക്കുക. മൂന്നാമത്തെ കാര്യമാണ് സമ്പത്ത്. സമ്പത്ത് കൊടുത്താൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 11, 24, 25 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരാൾ ഉദാരമായിട്ട് നൽകുന്നു, ഉദാരമായിട്ട് അവന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരാൾ കൊടുക്കേണ്ടതുപോലും കൊടുക്കാതിരിക്കുന്നു, അവന്റെ ദാരിദ്ര്യം ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് നൽകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റു 3 കാര്യങ്ങൾ, എടുത്താൽ കൊടുക്കാൻ എളുപ്പമാകും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ എടുക്കൽ കൊടുക്കൽ ഒരു ബന്ധം, അതാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. 1, ക്ഷമ. ഇത് എടുത്താൽ കൊടുക്കാൻ എളുപ്പമാണ്. ദൈവത്തിന്റെ ക്ഷമ സ്വീകരിച്ച വ്യക്തികൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. ദൈവത്തിന്റെ ക്ഷമ കിട്ടാത്തവരാണ് ഒരുപാട് വാശി, വൈരാഗ്യത്തിൽ അവര് ജീവിതം മുമ്പോട്ട് നയിക്കുക. യെശയ്യാ 1-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുള്ളത് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യമാണ് ജ്ഞാനം. അത് കിട്ടിയാൽ കൊടുക്കാൻ എളുപ്പമാണ്. സുഭാഷിതങ്ങൾ 23:15 വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം ഏറ്റവും കൂടുതൽ ആനന്ദം കൊള്ളുന്നത് നമ്മുടെയൊക്കെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെന്ന് കാണുമ്പോഴാണ്. നമ്മുടെ സൗന്ദര്യത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, വിദ്യാഭ്യാസത്തെക്കാൾ കർത്താവ് ആനന്ദം കൊള്ളുന്നത് ജ്ഞാനമുള്ള ഹൃദയത്തിലാണ്. ഇത് കിട്ടിയാൽ ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് രക്ഷ. നാം രക്ഷ അനുഭവിച്ചാൽ ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിക്കണം എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവും. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം, യേശുക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയ സമറിയാക്കാരി സ്ത്രീ അവിടെ നിറങ്ങിയത് പറ്റുന്നിടത്തോളം ആൾക്കാരെ ഈ രക്ഷകനിൽ എത്തിക്കാനും അവരും രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് സമറിയാക്കാരിയെ അവിടെ നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, എടുത്താൽ കൊടുക്കാവുന്ന കാര്യങ്ങൾ, കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതൊരു ബോധ്യമാക്കാൻ നമുക്ക് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൊടുക്കുന്ന അത്രയല്ല, കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. ഏതാനും വചനങ്ങൾ എടുത്താൽ മതി. ഒന്ന്, ജോബിന്റെ പുസ്തകം 1-ാം അധ്യായവും 42-ാം അധ്യായം എടുത്താൽ ഇരട്ടി കിട്ടും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ജോബിന് നഷ്ടമായതിന്റെ എല്ലാം ഇരട്ടി അവന് തിരികെ കിട്ടി. കാരണം അവന് നിരാശപ്പെട്ടില്ല, ദൈവത്തെ പഴിച്ചില്ല. അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം അവൻ കാത്തു സൂക്ഷിച്ചു, ദൈവത്തെ സമ്പത്തായിട്ട് കണ്ടു. അവന്റെ ആയുസ്സും ദൈവം വർദ്ധിപ്പിച്ച് അവന്റെ സമ്പത്തും ഇരട്ടിയായി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് നമ്മൾ കാണുന്നത് 7 ഇരട്ടി. പ്രഭാഷകൻ 35:11 മുതൽ 13 വരെയുള്ള വചനഭാഗം വായിച്ചാൽ മതി. നാം ദൈവത്തിന് കൊടുക്കുന്നത് 7 ഇരട്ടിയായി ദൈവം തിരിച്ചു. മൂന്നാമത്തേത് നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 19:29 വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, 100 ഇരട്ടി പ്രതിഫലം ഞാൻ നിനക്ക് തന്നിരിക്കും. ഇത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തിരിച്ചു തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ വചനം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 9:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സന്തോഷത്തോടെ കൊടുക്കണം. വീണ്ടും 8-ാം അധ്യായം 12-ാമത്തെ വചനം 2 കൊരിന്തോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, താല്പര്യപൂർവ്വം കൊടുക്കുന്നത് കർത്താവ് സ്വീകരിക്കും. നമ്മള് വൈമനസ്യത്തോടെ അല്ല, മനസ്സില്ലാ മനസ്സോടെ അല്ല, സന്തോഷത്തോടെ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം ചോദിക്കുന്നത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളതല്ല, ദൈവം ചോദിക്കുന്നത്. പുറപ്പാട് 10:26 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് ഇതിൽ നിന്ന് എന്ത് ചോദിക്കുന്നോ അത് കൊടുക്കണം. ഇനി അങ്ങനെ കൊടുക്കാൻ തയ്യാറായപ്പോൾ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഉൽപ്പത്തി 22 നമ്മൾ കാണുന്നത്, അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ടത് തന്റെ മകനെ കൊടുക്കാനാണ്. അതിന് തയ്യാറായപ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവായിട്ട് ഉയർത്തപ്പെട്ടു. അവസാനത്തേത്, കഴിവിനൊത്തു കൊടുക്കണം. ദൈവം തന്നതിന് ആനുപാതികമായിട്ട് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതല്ല. തോബിത്ത് 4-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നുണ്ട്, ഏറെ സമ്പത്ത് സ്വീകരിച്ചവർ അതനുസരിച്ച് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരിക. പ്രഭാഷകൻ 35:12-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതൻ നിനക്ക് നൽകിയതുപോലെ നീ അത്യുന്നതനായ ദൈവത്തിന് തിരികെ കൊടുക്കണം. ആനുപാതികമായിട്ട് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ഒരു ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ധനമോഹികളുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.